നിംസ് ഹാർട്ട് ഫൗണ്ടേഷൻ 17-ാം വർഷത്തിലേക്ക് കടന്നുകൊണ്ട് നിംസിന്റെ ലോക ഹൃദയദിന പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. നിംസ് ഹാർട്ട് ഫൗണ്ടേഷന്റെ 17-ാം വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിംസ് ചെയർമാൻ മജീദ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. നെയ്യാറ്റിൻകര എം.എൽ.എ. കെ. ആൻസലൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നിംസ് മെഡിസിറ്റി എം.ഡി. ഫൈസൽ ഖാൻ ആമുഖ പ്രഭാഷണം നടത്തി. ഡോക്ടർ മധു ശ്രീധർ ലോക ഹൃദയദിന സന്ദേശം നൽകി. വിവിധ സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും വിദഗ്ധ ഡോക്ടർമാരും മതമേലധ്യക്ഷന്മാരും യോഗത്തിൽ ആശംസകൾ അർപ്പിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി. 17-ാം വാർഷികത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് 2 ദിവസത്തെ സൗജന്യ ഹൃദയ മെഡിക്കൽ ക്യാമ്പിനും തുടക്കം കുറിച്ചു. നമ്മളിപ്പോൾ ചിലപ്പോഴും ഈ ഹൃദയ ചികിത്സ എപ്പോഴാണ് ഒരു മനുഷ്യന് ആവശ്യം വരുന്നതെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു അവബോധം നമുക്കില്ലാത്തതും ഒരു കാരണമാണ്. അപ്പോൾ അങ്ങനെയാണ് ജീവിതശൈലി രോഗങ്ങളിൽ കൂടി തന്നെ നിംസ് ജൈത്രയാത്ര അതിനെ എങ്ങനെ നമുക്ക് നേരത്തെ കണ്ടെത്തണം ആരംഭിക്കുന്നത്. അപ്പോൾ അതിന് ഏറ്റവും വേണ്ടത് സൗജന്യമായിട്ടുള്ള മെഡിക്കൽ ക്യാമ്പുകൾ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ എത്തുമ്പോഴേക്കും അതുവഴി വരുന്ന രോഗികൾ കൂടി ജീവിതശൈലി രോഗങ്ങൾ എന്തുമാത്രമുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് എന്തുമാത്രം ജീവിതശൈലി രോഗങ്ങൾ വ്യാപിക്കുന്നു, പ്രമേഹം ആയിക്കോട്ടെ, ബ്ലഡ് പ്രഷർ ആയിക്കോട്ടെ, കൊളസ്ട്രോൾ ആയിക്കോട്ടെ, അങ്ങനെയുള്ള അതിലെങ്ങനെ വ്യാപിക്കുന്നു എന്നതിനെ പറ്റിയിട്ടായിരിക്കും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതിൽ കൂടി അതിൻ്റെ സങ്കീർണത എന്തുമാത്രമാണെന്നുള്ളത്. പ്രമേഹം തന്നെ നമുക്ക് ചിലപ്പോൾ പല വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ വലിയ രീതിയിലുള്ള പ്രമേഹം ഉണ്ടാകും, അല്ലെങ്കിൽ ഇപ്പോൾ HbA1c ഇപ്പോൾ 10-ന് മുകളിലുള്ള കാലങ്ങൾ കൊണ്ട് തന്നെ ആ പ്രമേഹം മെയിൻറ്റെയിൻ ചെയ്യുന്നവരുണ്ടാവും. അവർക്കെല്ലാം തന്നെ ഈ പറയുന്ന ഹൃദ്രോഗത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ള രോഗികളെ നേരത്തെ കണ്ടെത്തുവാനും അവരെ ഈ പറയുന്ന രീതിയിൽ വ്യായാമത്തിൽ കൂടെയും ഭക്ഷണത്തിൽ കൂടെയും അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് ഈ ഹൃദ്രോഗത്തെ എങ്ങനെ തടയാം എന്നതിൻ്റെ ഒരു രൂപം മാറ്റമാക്കാനാണ് ഈ നിംസ് ഹാർട്ട് ഫൗണ്ടേഷൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.